അള്ളാഹുവിന്റെ ദീനിലെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ 70 ശൈത്താനെ കടന്നാക്രമിക്കാൻ 70 ശൈത്താനോട് പടവെട്ടി വിജയിക്കുന്നവനാരോ അവന് മാത്രമേ സദഖ കൊടുക്കാൻ കഴിയൂ, അവന് മാത്രമേ ധർമ്മം ചെയ്യാൻ കഴിയൂ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയിൽ 89-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ച സാമ്പത്തികമായ എല്ലാ ഔന്നത്യത്തിന്റെയും വിശദീകരണം പറഞ്ഞിട്ട് ആ ആയത്തിന്റെ അവസാന ഭാഗം അല്ലാഹു പറയുന്നതെന്തെന്നറിയോ? നബിയും സഹാബാക്കളും സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റിയിട്ട് വിശദീകരിക്കുമ്പോൾ എന്റെ സഹോദരിമാരോട് ഞാനൊരു കാര്യം അടിവരയിട്ട് പറയുകയാണ്. എന്തേ പരിശുദ്ധമായ ദീന് ഏറ്റവും വലിയ ജാജ്വല്യമാനമായ മാറ്റം വരുത്തിയ മറക്കാൻ കഴിയാത്ത ഒരു മഹിളാരത്നമുണ്ട്, അറിയുമോ? ഈ താഴെ പാങ്ങോട് 10ാമത് സ്വലാത്ത് വാർഷികത്തിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കട്ടെ, അള്ളാന്റെ ദീനിൽ ഒന്നാമത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും മറുപടി പറയുന്നത് ഒരേ ഒരു വനിതയെ പറ്റിയായിരിക്കും. ഞാൻ ചോദിക്കുന്നില്ല സഹോദരിമാരെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചേ, അള്ളാന്റെ ദീനിന്റെ ഒന്നാമത്തെ വനിതയാരാ? നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങളൊന്ന് തിങ്ക് ചെയ്യേ, ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. അള്ളാന്റെ ദീനിന്റെ ഒന്നാമത്തെ വനിതയാരാണ്? പ്രഥമ വനിതയാരാ? ആരാണെന്ന് നിങ്ങളോട് ചോദിക്കുന്നില്ല ഞാൻ. എല്ലാവരുടെ മനസ്സിലും ഒരേ ഒരു പേരായിരിക്കുമല്ലോ കടന്നു വരുന്നത്. മസ്ജിദുൻ നബവിയുടെ അടുത്ത, മസ്ജിദുൻ നബവിയുടെ ചാരത്ത്, മദീനത്തുൻ നബവിയുടെ മണൽ പരപ്പില് ലോകത്തിന്റെ നായകന്റെ 4 വിരലുകൾ വരയ്ക്കുകയാ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മദീനത്തുൻ നബവിയിൽ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് സഹാബത്തോടൊപ്പം ഇരിക്കുമ്പോൾ 4 വിരലുകൾ ഇങ്ങനെ മണൽ പരപ്പിൽ ഇങ്ങനെ വരച്ചു. ഹിൻസറും ബിൻസറും മുസ്തയും മുസബ്ബിഹയും 4 വിരലുകൾ ഇങ്ങനെ ഒരു വര വരച്ചു. എന്നിട്ട് ആ വരച്ച വരയിൽ ചൂണ്ടിയിട്ട് അള്ളാന്റെ റസൂൽ ഒന്നാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞത് ആരുടെ പേരെന്നറിയോ? അവിടെയാണ് പ്രഥമ പൗര സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്രാ. ഖദീജ ബീവിയെ മാറ്റിവെച്ചിട്ട് ഇസ്ലാമുണ്ടോ? രണ്ടാമത്തെ സ്ത്രീ ഫാത്തിമത്ത് സഹ്റ, മൂന്നാമത്തേത് ആസിയ, നാലാമത്തേത് മറിയം ബീവിയ. ഈ 4 സ്ത്രീകളും സ്വർഗത്തിന്റെ സ്ത്രീകളുടെ നേതൃത്വ പലവി അലങ്കരിക്കുന്നവരാ. എന്റെ പെങ്ങന്മാരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ 4 നേതാക്കന്മാരാ ഉള്ളത്. അതിൽ 1 ഖദീജ ബീവിയ, 2 ഫാത്തിമ ബീവിയ, 3 ആസിയ ബീവിയ, 4 മറിയം ബീവിയ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, ഞാൻ ചോദിക്കട്ടെ, ഖദീജ റളിയല്ലാഹു അൻഹയെ മാറ്റിവെച്ചിട്ട് ഇസ്ലാം പൂർത്തീകരണമുണ്ടോ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ മാറ്റിവെക്കുമ്പോൾ ധനാഢ്യയായിരുന്ന സമ്പന്നയായിരുന്ന ഖുവൈലിദിന്റെ പൊന്നുമോൾ ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ സമ്പന്നയായിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇന്നും നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞു വന്നവരാണല്ലോ. ഒരുപക്ഷേ നേരത്തെ വന്നവരായതുകൊണ്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു വന്നവരാണല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ കൈയടക്കിയപ്പോൾ ആ ഖദീജ ബീവി ഒരു ളുഹർ നിസ്കരിച്ചിട്ടില്ല, ഒരു അസർ നിസ്കരിച്ചിട്ടില്ല, ഒരു വഖത്ത് മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, ഒരു ഇശാ നിസ്കരിച്ചിട്ടില്ല, ഒരു വഖത്ത് സുബ്ഹിനോലും നിസ്കരിച്ചിട്ടില്ല തന്റെ ജീവിതത്തില്. എന്തേ നിസ്കാരമില്ലാത്ത പെണ്ണായതുകൊണ്ടാണോ? അല്ല, അള്ളാന്റെ ഹബീബിന് 50ാമത്തെ വയസ്സ് കഴിഞ്ഞ് 51ാമത്തെ വയസ്സെത്തുമ്പോഴല്ലേ മിഅ്റാജ് നടന്നത്. 7 ആകാശങ്ങളും കീറി മുറിച്ച് സപ്തവാനങ്ങളും പാണ്ടിയിട്ട് അള്ളാന്റെ റസൂല് 7 ആകാശങ്ങളും കടന്നിട്ട് അർശ് കണ്ട്, കുർസ് കണ്ട്, ലൗഹ് കണ്ട്, കലം കണ്ട്, സ്വർഗ നരകങ്ങളെ കണ്ട്, മഖാമു ശരീഫുൽ അഖ്ലാം കണ്ട്, റഫ് കണ്ട്, എല്ലാം കണ്ടിട്ട് അള്ളാന്റെ ഹബീബ് തിരിച്ചെത്തുമ്പോൾ 51ാമത്തെ വയസ്സിലേക്ക് നടപ്പ് പ്രായമാണ്. 50 വയസ്സ് കഴിഞ്ഞ് 51ാമത്തെ വയസ്സിലേക്ക് നടപ്പ് പ്രായമാണ്. അന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ കൊല്ലമാണ്. ആ കൊല്ലമല്ലേ ആകെ മൂഡ് ഓഫ് ആയിരുന്ന നബി തങ്ങള് അള്ളാഹു അവിടത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി, നബിയെ സങ്കടപ്പെടരുത്, നബിയെ വിഷമിക്കരുത്, നബിയെ നിങ്ങൾ തളർന്നു പോകരുത്. ഇത് പറയാൻ അല്ലാഹു തആല അവന്റെ മഖാമിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാബ കൗസൈനയുടെ ബന്ധം കൊടുത്തുകൊണ്ട് പ്രവാചകനെ ലോകത്തെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കിയപ്പോൾ ആ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും സുന്ദരമായ രാത്രിയാ സന്ദർഭം ഉണ്ടായപ്പോൾ അവിടെ വെച്ച് കൊടുത്ത
കൊടുത്ത സമ്മാനമല്ലേ 5 വഖത്ത് നിസ്കാരം. ആ നിസ്കാരവുമാകട്ടെ മക്കയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചെത്തുമ്പോൾ ജന്നത്തുൽ മുഅല്ലയിലല്ലേ ഖദീജ ബീവി കിടന്നുറങ്ങുന്നത്. പിന്നെങ്ങനാ ഖദീജ ബീവി ളുഹർ നിസ്കരിക്കുക? പിന്നെങ്ങനാ ഖദീജ ബീവി ഇശാ നിസ്കരിക്കുക? അല്ലാഹുവിന്റെ പരിശുദ്ധമായ നമസ്കാരമെന്ന ആ മുനാജാത്തിന്റെ നിർബന്ധമായ അവസ്ഥയ്ക്ക് മുമ്പ് ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞില്ലേ? അവിടെ 3 കൊല്ലം റസൂലുള്ള മക്കയിൽ വീണ്ടും താമസിച്ചു. അവിടെ 53ാമത്തെ വയസ്സെത്തിയപ്പോഴേക്ക് മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ ചെന്നിട്ട് 2 കൊല്ലം ജീവിച്ചു. നബിക്ക് 55 വയസ്സാ. 55 വയസ്സെന്ന് പറഞ്ഞാൽ ഖദീജ ബീവി വഫാത്തായിട്ട് 5 കൊല്ലം കഴിഞ്ഞു. ആ സമയത്തല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സമയത്തല്ലേ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കുന്നത്. ആ വർഷമല്ലേ പരിശുദ്ധ റമദാനിന്റെ നോമ്പല്ല നിർബന്ധമാക്കിയത്. ഒരു നോമ്പ് ഖദീജ ബീവി പിടിച്ചിട്ടുണ്ടോ താഴെ പാങ്ങോട്ടത്തെ പെങ്ങളെ? ഇല്ല ഇല്ല, നിർബന്ധമായ നോമ്പ് പിടിച്ചിട്ടില്ല, നിർബന്ധമായ നിസ്കാരം നിർവഹിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തുള്ള സർവ്വ പെണ്ണുങ്ങളെക്കാൾ, ലോകത്തുള്ള സർവ്വ സ്ത്രീകളെക്കാൾ ഉന്നതമായ ഉദാത്തമായ വിജയത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറി ചാച്ചുല്യമാനമായ ലോകത്തിന്റെ പ്രഭ പരത്തിക്കൊണ്ടിരിക്കുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഇന്ന് മാപ്പിളപ്പാട്ടുകാർക്കും ഖദീജ ബീവിയെ വേണമല്ലോ. ഇന്ന് ഏതെങ്കിലുമൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന ആളുകൾക്കും ഖദീജ ബീവിയുടെ സ്നേഹ പരിലാളനകൾ വേണമല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത് വരെ റസൂലുള്ള വേറൊരു കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ആയിഷ ജീവിതത്തിൽ വരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷമാണല്ലോ. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഖദീജ ബീവി കടന്നു വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ മഹത്വം കീഴടക്കിയതെന്ന് നിങ്ങൾക്കറിയോ? ഒരേ ഒരു കാര്യമാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വവജദക ആയിലാ ഫഅഗ്നാ. നബിയെ, അങ്ങ് ദരിദ്രനായിരുന്നല്ലോ, അങ്ങ് സമ്പത്തില്ലാത്ത മനുഷ്യനായിരുന്നല്ലോ. പലപ്പോഴും റസൂലുള്ള കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിശപ്പിന്റെ വിളിയാളം മൂലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും പട്ടിണിയുടെ പരിവട്ടത്തിന്റെ വേദനയിൽ കഴിഞ്ഞുകൂടുമ്പോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് പച്ചില ഇറക്കി നടക്കുന്ന, പച്ചില അന്വേഷിച്ച് നടക്കുന്ന പ്രിയപ്പെട്ട അനുചരന്മാരോട് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്നത് കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, എന്റെ സതീർത്ഥ്യരെ, എന്റെ സഹാബത്തെ, അറാക്ക് മരമുണ്ടല്ലോ, പല്ല് തേക്കുന്ന അറാക്കിന്റെ ആ ഒരു കമ്പുണ്ടല്ലോ, അതിന്റെ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ നിൽക്കുന്ന കറുത്ത കായ്ക്കൾ പറിച്ചു തിന്നോ നിങ്ങള്? അത് വിശപ്പടക്കാൻ നല്ലതാ. ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ കയ്പനീര് കുടിച്ചവരല്ലാതെ അങ്ങനെ തിന്നിട്ടുണ്ടാവൂല. സഹാബാക്കൾ ചോദിച്ചു, നബിയെ, നബിയെ, നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ? അതേ റസൂല് പറയുന്നു, ഞാൻ ആട്ടിൻപറ്റങ്ങളെയും മേച്ച് നടക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലാതെ വരുന്ന ഘട്ടത്ത് ഞാൻ അറാക്ക് മരത്തിന്റെ കറുത്ത കായ്ക്കൽ പറിച്ച് തിന്നിട്ടുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന പ്രവാചകന്റെ മുമ്പിൽ അള്ളാന്റെ ഖുർആൻ പറയുന്നു, വവജദക ആയിലൻ ഫഅഗ്നാ. അങ്ങ് ദാരിദ്ര്യത്തിൽ നിന്ന്, ദരിദ്രനായ അവസ്ഥയിൽ നിന്ന് അങ്ങക്ക് എന്തെങ്കിലും സാമ്പത്തികമായ മേന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നബിയെ, അത് ഖദീജയിലൂടെയാ എന്ന് കരുതിയിട്ട് ഖദീജ ബീവിയുടെ സ്വത്ത് മുഴുവനും വഹിച്ചുകൊണ്ട് നബിതങ്ങൾ പുട്ടടിച്ചെന്നല്ല. റസൂലുള്ള വഫാത്താകുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ തമ്പുരാട്ടിയായ ഏറ്റവും വലിയ കോടീശ്വരിയായ യൂസുഫ് അലി സാഹിബിനേക്കാൾ, രവിപ്പിള്ളയേക്കാൾ, ലോകം കണ്ട കള്ളന്മാരായ അംബാനിയെയും അദാനിയേക്കാൾ കോടീശ്വരിയായി ലോകം മുഴുവനും വാഴ്ത്തപ്പെട്ടിരുന്ന ഖുവൈലിദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഖദീജയുണ്ടല്ലോ, ആ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ വഫാത്തിന്റെ സമയത്ത് കഫൻ പുടവ തികയുന്നില്ല. അവസാനം നീളമുള്ള ഇദ്ദഖർ പുല്ല് കാട്ടിൽ ചെന്ന് വെട്ടിക്കൊണ്ടുവന്ന് ആ ഇദ്ദഖർ പുല്ല് വെച്ച് കാലിന്റെ ഭാഗം ഇങ്ങനെ ചുറ്റുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. സ്വർണ്ണ കരണ്ടിയുമായി ജനിച്ച ഖദീജ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹ ദീനിനു വേണ്ടി സർവ്വതും കൊടുത്ത് സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് ദാരിദ്ര്യത്തിന്റെ പടുംകുഴിയിലേക്ക് ചെന്ന് വീണപ്പോൾ ആ ഒരൊറ്റ പദവി കൊണ്ടാണ് ഖദീജ ബീവിക്ക് ഇത്രയും മഹത്വമുണ്ടായത്. അല്ലാതെ നമ്മളെ പോലെ നിസ്കരിച്ചത് കൊണ്ടല്ല, നമ്മളെ പോലെ നോമ്പ് പിടിച്ചത് കൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഖദീജ റളിയല്ലാഹു അൻഹ പോലും ഇത്രയും വലിയ ധനാഢ്യയായിരുന്നിട്ട് സമ്പത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നബിയും സഹാബാക്കളും സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റി ഖുർആൻ സൂറത്തു തൗബ ഇങ്ങനെ വാചാലമാകട്ടെ. അതിന്റെ അവസാനം പിൻകുറിയായി അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? അഅദ്ദല്ലാഹു ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലികൽ ഫൗസുൽ അലീം. സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റി നബിയെ സഹാബാക്കള് സമ്പത്ത് ചെലവഴിച്ചതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, അവർക്ക് അഅദ്ദല്ലാഹു ലഹും ജന്നാത്ത്, അല്ലാഹ് അവർക്ക് തോട്ടങ്ങൾ അങ്ങോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്ത് അരുവി ഒഴുകുന്ന, എത്ര മനോഹരമായിരിക്കും, കളകളാരവം മുഴക്കി ഒഴുകുന്ന കൊച്ചു കൊച്ചരുവികളുള്ള ആ മഹത്തായ വലിയ പടുകൂറ്റൻ തോട്ടങ്ങൾ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഖാലിദീന ഫീഹാ, ഒരു നിമിഷം പോലും അവർക്ക് പുറത്തു പോകേണ്ടി വരില്ല. ദാലികൽ ഫൗസുൽ അലീം, അവിടെ അവർക്ക് അല്ലാഹുവിനെ കിട്ടുകയാണ്, അവർക്ക് അവിടെ അള്ളാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്താ അവർ ഇവിടെ ചെയ്തത്? സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ അങ്ങോട്ട് ചെലവഴിച്ചു. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. സമ്പത്ത് ചെലവഴിക്കുന്നതിനെ പറ്റി കൂടുതലൊന്നും പറയണ്ട. ഒരൊറ്റ കാര്യം ഞാൻ പറയാൻ. അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധനായ ധർമ്മിഷ്ഠനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മിഷ്ഠന്മാരുണ്ടാവും. ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ, സുപ്രസിദ്ധനായ ധർമ്മിഷ്ഠൻ, ആ നാട്ടിൽ ഏറ്റവും വലിയ ധർമ്മം ചെയ്യുന്ന ആളാണ് അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു. ആളുകളൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ പുകഴ്ത്തി പറയും. ഒരു സമ്പന്നൻ ഉണ്ടെങ്കിൽ എല്ലാവരും തൊട്ടിയും കയറുമായിട്ട് വരൂലേ? ഒരു കിണറിൽ വെള്ളം ഉണ്ടെങ്കിൽ കോരാൻ വേണ്ടിയിട്ട്, ഒരു കിണറിൽ വെള്ളം ഉണ്ടെങ്കിൽ സകല ആളുകളും തൊട്ടിയും കയറുമായിട്ട് വരും അവിടെ നിന്ന് കോരാൻ വേണ്ടിയിട്ട്. പിന്നെ അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫضലെന്ന് പറഞ്ഞാൽ കോരും കിണർ ഊറും. കോരും കിണർ ഊറും. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ, നമ്മുടെയൊക്കെ സ്ഥാപനങ്ങൾ, ഇപ്പം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് മന്നാനിയ പാങ്ങോട് എത്തീങ്ങാനയുടെ മാനേജരാ. ഇപ്പൊ വലിയ മാറ്റമാണ്, അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ഒരു വർഷമായോ? കഴിഞ്ഞോ? അപ്പോ അല്ല, കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിക്കുമ്പോ ഭാര്യ ഉണ്ടോ? ഇല്ല. ആ പ്രിയപ്പെട്ട ഭാര്യ, എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഉമ്മക്ക് ക്യാൻസറാ. അള്ളാഹു നമ്മുടെ ഒക്കെ വീട്ടിൽ ആരൊക്കെ രോഗികളുണ്ട് അവർക്കൊക്കെ ശിഫ നൽകട്ടെ. ക്യാൻസർ ഒന്നും ഇപ്പൊ വലിയൊരു അസുഖമായിട്ട് ആരും പറയാം. പണ്ടൊക്കെ പറയും, അറിഞ്ഞോ അവർക്കൊരു അസുഖമാണ്. ഈ ഒരു അസുഖമാണെന്ന് ചില കോഡുകളിലൂടെ നമുക്ക് ചില ആളുകൾ വന്നിട്ട് പറയും, എന്താ ജോലി? ആ ചെറിയ ബിസിനസ്. അല്ല എന്താ, എന്നാലും ചെരുപ്പ് കടയാണോ, തുണിക്കടയാണോ, മീൻ കടയാണോ, പച്ചക്കറി കടയാണോ, അല്ലെ പഴക്കടയാണോ? അല്ലല്ല, ചെറിയൊരു ബിസിനസ്. ഈ ചെറിയ ബിസിനസ് എങ്ങും തൊടാതെ പറയുന്ന ആളുകളുടെ ബിസിനസ് എന്തായിരിക്കും എന്നറിയോ? റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും. അത് മനസ്സിലായിക്കോളണം. ഓ, ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുകാരനാണ്. അപ്പൊ എന്നതുപോലെ പണ്ടൊക്കെ ആളുകൾ പറയും, ഓ അസുഖമാണ്, അത് വലിയൊരു അസുഖമാണ്. ക്യാൻസർ എന്ന് പറയാൻ തന്നെ പേടിയായിരുന്ന ഒരു കാലം. ഇന്ന് 100-ൽ 60-70%, 60-70 പേർക്ക് ക്യാൻസറാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ ഉമ്മയും അങ്ങനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഏറ്റവും പ്രായം കൂടിയത് എന്റെ ഉമ്മയാണ്. ഞങ്ങൾ 3 പേരാണ് അന്ന് RCCയുടെ ചുറ്റുവട്ടത്ത് എപ്പോഴും കാണുന്നത്. ഒന്ന് ഞാൻ എന്റെ ഉമ്മയെയും കൊണ്ട്, അബ്ദുൽ ഹക്കീം ഉസ്താദ് ഭാര്യയും കൊണ്ട്, മുഹമ്മദ് മന്നാനി മാമം, അല്ലേ അദ്ദേഹവും, മുഹമ്മദ് മന്നാനി മാമം, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. ഞാൻ മന്നാനിയിൽ ഞങ്ങൾ രണ്ടും, ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ ഒരുമിച്ച് നമ്മൾ പഠിച്ചതാ. അദ്ദേഹം ഖബറില, ഉസ്താദിന്റെ ഭാര്യ ഖബറില.
അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്ത് എന്റെ ഉമ്മ ഇപ്പോഴും ഹയാത്തില. അള്ളാഹ് ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട മർഹൂമയ്ക്കും അതുപോലെ മർഹൂം മുഹമ്മദ് മന്നാനിക്കും അള്ളാഹു ദറജകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം ധർമ്മിഷ്ഠൻ. അപ്പൊ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നെങ്കിൽ വലിയ സാമ്പത്തിക ചെലവൊക്കെ ഉണ്ട്. അപ്പൊ ഈ സാമ്പത്തിക ചെലവ് ആളുകളൊക്കെ, ചില ആളുകൾ ധർമ്മം ചെയ്യാറുണ്ട്. ഈ ധർമ്മം കൊടുക്കുന്ന ആളുകളെ നാട്ടിൽ എല്ലാ സ്ഥാപനത്തിന്റെ ആളുകളും അതുപോലെ തന്നെ പെണ്ണിനെ കെട്ടിക്കുന്നവര് അതുപോലെ തന്നെ ഇതുപോലെ ഹിഫ്ള് നടത്തുന്നവരൊക്കെ പോയി സമീപിക്കാറുണ്ട്. അവരൊക്കെ കൊടുക്കും. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു ഫضل എന്താണെന്നറിയോ? ഒന്ന്, കൊടുക്കാനുള്ളൊരു മനസ്സ്. രണ്ട്, അത് കൊടുത്താലും അവർക്ക് അള്ളാഹു താല വീണ്ടും ഏറ്റിയേറ്റി കൊടുക്കാൻ. അത് എല്ലാവർക്കും അള്ളാഹു താല കൊടുക്കില്ല. ഈ കെട്ടുപൊട്ടിക്കാത്തവന് തബ്ബത്ത് അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു മാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. നിങ്ങൾ നോക്ക്, ഇതൊരു സമ്പന്നന്റെ കഥയാണ്. ഒരു ഉപയോഗം അവൻ അത് ചെയ്തില്ല. ആ സമ്പത്ത് കൊണ്ട് ഒരു ഗുണവും അദ്ദേഹത്തിന് ഉണ്ടായില്ല. സമ്പത്ത് ചെലവഴിക്കാൻ മനസ്സുള്ള ചില ആളുകളുണ്ട്. ആ ആളുകളെ നാട്ടില് പരക്കെ അറിയപ്പെടും, ഇല്ലേ? ആ വീട്ടിലെങ്ങാനും ആരെങ്കിലും ഒരാൾ നിന്നാൽ, ഇപ്പൊ ഒരു തൊപ്പി വെച്ച, ഇപ്പൊ കല്യാണം വിളിക്കാൻ പോയാൽ പോലും തൊപ്പിയുള്ളവരാണെങ്കിൽ കഥ ഉറക്കൂല. കാരണം പിരിവാന്ന് വിചാരിച്ചിട്ട്. നമ്മൾ പോണത് മോന്റെ മാർക്കം വിളിക്കാനാ. പക്ഷെ കഥ ഉറക്കണ്ടെങ്കിൽ അല്ലെ ഇത് പറയാൻ പറ്റൂ. ജന്നാലയിലൂടെ നോക്കും, ആ തൊപ്പിയുണ്ടോ, എന്നാ പിരിവാ ഉറപ്പാ. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അതൊക്കെ അബദ്ധ ധാരണകളാണ്. സ്ഥാപനങ്ങളൊക്കെ നടക്കണമെങ്കിൽ പിരിവ് വേണം. പണ്ടാരോ ചോദിച്ചത്, ഈ പണ്ഡിതന്മാരെ മൊത്തം പണക്കാരന്റെ വീട്ടുമുറ്റത്ത് കാണുമല്ലോ, എന്നാ ഒരു പണക്കാരൻ ഞങ്ങൾ പണ്ഡിതന്റെ വീട്ടുമുറ്റത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരു മഹാന്റെ അടുത്ത്. മഹാൻ പറഞ്ഞ മറുപടി എന്താ? നമ്മൾ ചിന്തിക്കും, ശരിയാണല്ലോ, ഒരു പണക്കാരനെ ഇന്ന് വരെ ഒരു മുസ്ലിയാരുടെ വീട്ടിന്റെ മുമ്പിലും കണ്ടിട്ടില്ല. മന്ത്രവാദികളുടെ മുമ്പ് കാണും, അത് വേറെ. അപ്പൊ ഈ മുസ്ലിയാരുടെ വീട്ടിന്റെ മുമ്പ് കണ്ടിട്ടില്ല. എന്നാ തിരിച്ചോ, എല്ലാ മുസ്ലിയാക്കന്മാരെയും പണക്കാരന്റെ വീട്ടിന്റെ മുമ്പ് കാണുമല്ലോ. അപ്പൊ ആ മഹാൻ കൊടുത്ത മറുപടി എന്തെന്നറിയോ? എടാ, പണക്കാരന് ഈ പണ്ഡിതന്റെ ഇൽമിന്റെ വില അറിയില്ല, അതേസമയം ഈ പണ്ഡിതന് സമ്പന്നന്റെ സമ്പത്തിന്റെ മൂല്യം അറിയാം. അതുകൊണ്ടാ ഈ പള്ളി ഇങ്ങനെ ഉണ്ടായത്. എങ്ങനെയാ ഈ പള്ളി എങ്ങനെ ഉണ്ടായി? ഈ 25 മക്കൾ എങ്ങനെ ഈ വർഷം പഠിച്ചു? കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടില്ലേ ലൈവായിട്ട് യാസിർ മന്നാനിയുടെ മോനടക്കം ആഫിലായത്. ഇതെങ്ങനെ ഉണ്ടായി? കഴിഞ്ഞ വർഷം ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ തന്നു 30,000 രൂപ വീതം 25 കുട്ടികൾക്ക്. ഇന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ തരും എന്ന വിശ്വാസമാണ്. കിട്ടിയില്ലെങ്കിൽ അള്ളാന്റെ തീരുമാനം, എന്ത് ചെയ്യാന്? കിട്ടുമെന്നുള്ള ഉറപ്പ് ഇപ്പോഴും ഉണ്ട്, കമ്മിറ്റിക്കാർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ധർമ്മിഷ്ഠന്, ഏതെങ്കിലും ഒരു ധനാഢ്യന് നാട്ടിലുണ്ടെങ്കിൽ അറിയപ്പെടുന്ന ആളാണ്. അയാളുടെ പേര് പ്രസിദ്ധമാണ്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആ പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനാ. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ്. ശ്രദ്ധയോടെ ഇത് കേൾക്കണേ സഹോദരിമാരെ, കേൾക്കണേ സഹോദരങ്ങളെ. നമ്മൾ വലിയ ധനാഢ്യന്മാരൊന്നും ആകണ്ട, സമ്പത്ത് ചെലവഴിക്കാൻ അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്തുള്ള ധർമ്മം ഏതാണ്? അത് നമ്മൾ കൊടുക്കുന്ന 10 ലക്ഷമോ 1 കോടിയോ അല്ല. ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു തോട്ടത്തിലൂടെ. ഈന്തപ്പന തോട്ടമാണ്. ഒരു പാവപ്പെട്ട കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പാവപ്പെട്ട ഒരു സഹോദരന് ഈന്തപ്പനയിൽ കയറിയിട്ട് ഈത്തപ്പഴം പറിച്ചെടുക്കുന്നു. എന്നിട്ട് അതിനെ വേർതിരിച്ചിട്ട് കുട്ടയിലാക്കുന്നു. എന്നിട്ട് അദ്ദേഹം അതിന്റെ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ, സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു ആ ഭാഗത്തേക്ക് മാറി നിന്നിട്ട് ആ മനുഷ്യനെ ശ്രദ്ധിക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, അതാ മുതലാളി വരികയാണ്. തോട്ടത്തിന്റെ മുതലാളി വരികയാ. ആ തോട്ടം മുതലാളി വന്നു. രണ്ട് റൊട്ടി ആ പാവപ്പെട്ട വൃദ്ധൻ, ആ പാവപ്പെട്ട ദരിദ്രനായ തൊഴിലാളിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുകയാ. 2 റൊട്ടിയാണ് പ്രിയപ്പെട്ടവരെ കയ്യിൽ കൊടുത്തത്. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ തങ്ങൾ ഇങ്ങനെ മാറി നിന്ന് നോക്കുകയാണ്. ധനാഢ്യനും ധർമ്മിഷ്ഠനുമാണല്ലോ. ഈ 2 റൊട്ടി കിട്ടിയ ദരിദ്രനായ തോട്ടം തൊഴിലാളിയായ ഏറ്റവും നല്ല വിശ്വസ്തനായ മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോൾ, ഒരു കുപ്പി വെള്ളം കയ്യിൽ കൊടുത്തു, 2 റൊട്ടിയും കയ്യിൽ കൊടുത്തു പോയി. മുതലാളി അവിടെ നിന്ന്
പോകുന്നു. ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കീറിപ്പറിഞ്ഞ് മുഷിഞ്ഞ ആദ വസ്ത്രം ധരിച്ച പാവപ്പെട്ടവന് കണ്ണുകുടിഞ്ഞ ശരീരത്തെ പൊടിപടലങ്ങൾ പാറി നിൽക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യന് ഒരു ഭാഗത്ത് ഈത്തപ്പനയുടെ ചുവട്ടിൽ ചെന്നിരുന്നിട്ട് റൊട്ടി ഒരെണ്ണമെടുത്ത് കഴിക്കാൻ ഒരുങ്ങുമ്പോ ഇതാ ഒരു നായ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ നായ വന്നിട്ട് നാവ് നീട്ടിയിട്ട് ആ മനുഷ്യന്റെ അടുത്ത് നിൽക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഒരു റൊട്ടി എടുത്ത നായക്കങ്ങ് കൊടുക്കുകയാ. എന്നിട്ട് രണ്ടാമത്തെ റൊട്ടി അങ്ങ് കഴിക്കാൻ തുടങ്ങുമ്പോ നായക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഒരു നായക്കെങ്ങാനും റൊട്ടി കൊടുത്താൽ എവിടെയെന്നാണോ നായ്ക്കളുള്ളത് ആ നായ്ക്കൾ ഓടി വരുന്നത് പതിവാണ്, കൂട്ടം കൂട്ടമായി. രണ്ടാമത്തെ നായയും ഒന്ന് നാവ് നീട്ടുകയാ. ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്നറിയോ? അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടി അവശേഷിക്കുന്ന ഒരു റൊട്ടി കൂടി എടുത്ത നായക്കങ്ങ് കൊടുക്കുകയാ. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു മാറി നിന്ന് വീക്ഷിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ ആ മനുഷ്യന്റെ അടുക്കലേക്ക് പതുക്കെ നടന്നു ചെന്നിട്ട് ചോദിച്ചു, സഹോദരാ, നിങ്ങൾക്കൊരു ദിവസം കഴിക്കാൻ എത്ര റൊട്ടിയാണ് കിട്ടുന്നത്? ആ മനുഷ്യന് ആരോഗ്യമുള്ള കൈ ഉയർത്തിയിട്ട് പറഞ്ഞ് 2 റൊട്ടിയാ. ആ 2 റൊട്ടിയും നിങ്ങൾ നായ്ക്കൾക്ക് കൊടുത്തില്ലേ? ഇനി നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പട്ടിണി കിടക്കും ഇന്നത്തെ ദിവസം. എനിക്ക് ആകെയുള്ള റേഷൻ ഈ 2 റൊട്ടിയാണ്. ആ 2 റൊട്ടിയും ഞാൻ കഴിക്കാനെടുത്തപ്പോൾ നായ്ക്കൾ വന്നല്ലോ, ആ നായ്ക്കൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ പട്ടിണിയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് കഴിക്കാൻ തന്നത് ആകെ 2 റൊട്ടിയാണ്. ആ 2 റൊട്ടിയും എന്തുകൊണ്ടാണ് നിങ്ങൾ ആ നായ്ക്ക് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഇന്ന അർലനാ ലൈസത് ബി അർലിൽ കിലാബ്. ഇത് പട്ടികൾ താമസിക്കുന്ന മണ്ണല്ല. ഇവിടെ ഞാനും എന്റെ മുതലാളിയും മുതലാളിയുടെ മക്കളും ചുറ്റിക്കറങ്ങുന്ന സ്ഥലമാണ്. ഇന്ന ഹാദൽ കൽബ, ഈ നായ മാസാഖഹു ഇലൈനാ ഇല്ലൽ ജൂ. ഇത് നായ്ക്കൾക്ക് കിടക്കാനുള്ള സ്ഥലമല്ല ഇവിടെ, ഇത് മനുഷ്യരായ ഞങ്ങൾക്കുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ നായ വന്നിട്ടുണ്ട് എങ്കിൽ ഇല്ലൽ ജൂ, നായയുടെ വിശപ്പല്ലാതെ മറ്റൊന്നുമല്ല. നായ വിശക്കുന്നത് കൊണ്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആസറുതുഹു അലാ നഫ്സി, എനിക്ക് തിന്നില്ലെങ്കിലും കുഴപ്പമില്ല, നായ കഴിച്ചോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ കവിൽത്തടത്തിലൂടെ കണ്ണുനീരത്തുള്ളി ചാലിട്ടൊഴുകിക്കൊണ്ട് നേരെ ആ മനുഷ്യൻ പോയതെങ്ങോട്ടെന്നറിയോ? ഇദ്ദേഹത്തിന്റെ മുതലാളിയുടെ വീട്ടിലേക്കാ പോയത്. എന്നിട്ട് നടന്ന കാര്യങ്ങൾ അങ്ങ് വിശദീകരിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ആ തൊഴിലാളിയെ വിൽക്കുന്നുണ്ടോ? ആ തൊഴിലാളിയെ നിങ്ങൾ എനിക്ക് തരുവോ? അടിമയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. മുതലാളി ചോദിച്ചു, എന്താണ് ഇപ്പൊ അവനെ വാങ്ങാനുള്ള കാരണം? ആ സമയത്ത് നടന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ തങ്ങളോട് ആ നിൽക്കുന്ന പ്രിയപ്പെട്ട മുതലാളി പറഞ്ഞത് എന്തെന്നറിയോ? ഞാൻ നിനക്ക് ആ തൊഴിലാളിയെ നിനക്ക് തന്നാ നീ എന്താ ചെയ്യുക? ആ സമയത്ത് ജഅഫർ തങ്ങൾ പറഞ്ഞു, ഞാൻ അവനെ സ്വതന്ത്രനാക്കി വിടും. ഇനി ഒരാളുടെ വീട്ടുപണിക്ക് അവന് പോകണ്ട, അവന് വരുമാനം വേണ്ടേ, അതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പൊ ജഅഫർ തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അവൻ നോക്കി നടത്തുന്ന തോട്ടം നിങ്ങൾ എനിക്ക് തരുവോ? നിങ്ങൾ പറയുന്ന വിലക്ക് ഞാനത് വാങ്ങിക്കൊള്ളാ. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ തോട്ടം ഞാൻ അദ്ദേഹത്തിന് അങ്ങ് സംഭാവന കൊടുക്കാൻ പോവുകയാ. അദ്ദേഹത്തിന് അത് കൃഷി ചെയ്തിട്ട് വരുമാന മാർഗമാകുമല്ലോ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ മുതലാളി പറഞ്ഞ വാക്കം തന്നറിയോ? ഒരു ദിവസം പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് കണ്ടപ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിലേ ഈ കണ്ട ദിവസം അത്രയും ഞാനത് കാണുന്നതല്ലേ. അവിചാരിതമായി നായ അവിടെ കടന്നു വന്നതല്ല. എല്ലാ ദിവസവും അയാളുടെ പതിവിതു തന്നെ. കഴിക്കാൻ 2 റൊട്ടി ഞാൻ
ഞാൻ കൊണ്ടു കൊടുക്കും. ആ റൊട്ടി കഴിക്കാൻ അയാൾ ഈ തപ്പനയുടെ ചുവട്ടിലിരിക്കുമ്പോ എവിടെ നിന്നെങ്കിലും നായ്ക്കൾ വരാറുണ്ട്. ആ നായ്ക്കൾക്ക് അയാൾ റൊട്ടി കൊടുത്തിട്ട് പച്ചവെള്ളം കുടിച്ചിട്ട് അയാൾ പട്ടിണി കിടക്കുമ്പോൾ ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു മണി പോലും എടുത്ത് അയാൾ കഴിച്ചിട്ടില്ല. ഒരു ദിവസത്തെ അനുഭവം നിങ്ങൾ അയാളെ മോചിപ്പിക്കാനും ആ പൂന്തോട്ടം ആ തോട്ടം വാങ്ങിക്കൊടുക്കാനും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നിങ്ങളെ സാക്ഷിയാക്കുന്നു. ഉശ്ഹിദുക, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കിയിട്ട് പറയുകയാണ്, അന്നഹു ഹുർറുൽ ലിവജ്ഹില്ലാ, അയാളതാ ഈ സെക്കൻഡ് മുതൽ സ്വതന്ത്രനാ. ഈ നിമിഷം മുതൽ അയാളെ ഞാനങ്ങ് മോചിപ്പിക്കുകയാ. മാത്രമല്ല അന്നൽ ബുസ്താന ഹിബത്തും മിന്നീ, അയാള് പരിലാളിച്ച് പരിപോഷിപ്പിച്ചെടുത്ത ആ തോട്ടമുണ്ടല്ലോ അതും ഞാനിതാ അയാൾക്ക് സമ്മാനമായി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ബിൻ ജഅഫർ എന്ന നാട്ടിലെ ഏറ്റവും വലിയ ധർമ്മിട്ടൻ അവിടെ നിന്ന് പറഞ്ഞു പോയ വാക്കെന്തെന്നറിയോ? പടച്ച റബ്ബേ, ദിവസത്തിൽ കഴിക്കാൻ കിട്ടുന്ന റേഷനായ 2 റൊട്ടി കഴിക്കാൻ വേണ്ടി വന്ന് കഴിക്കാനിരിക്കുമ്പോൾ കടന്നു വന്ന നായ്ക്കൾക്ക് കൊടുത്തിട്ട് ഒരു ദിവസമല്ല എല്ലാ ദിവസവും ഇങ്ങനെ കൊടുക്കുന്ന ഈ മനുഷ്യന്, ഈ തോട്ടം തൊഴിലാളിയായ മനുഷ്യന്, ഈ മനുഷ്യനാരാ? ഹാദൽ ഗുലാമു അസ്ഖാ മിന്നീ, എന്നെക്കാൾ വലിയ ധർമ്മിട്ടനല്ലേ, എന്നെക്കാൾ വലിയ ധർമ്മിട്ടനല്ലേ എന്ന് തിരിച്ചറിവ് ഒരു വലിയ ധർമ്മിട്ടനുണ്ടായെങ്കിൽ പ്രിയപ്പെട്ടവരെ, കോടികൾ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടാവൂല, ലക്ഷങ്ങൾ കൊടുക്കാൻ നിങ്ങളുടെ കൈവശമുണ്ടാകൂല. പക്ഷെ നിങ്ങളുടെ കയ്യിരിക്കുന്ന 10 രൂപ കൊടുത്തിട്ട് ഇവിടത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാ, അല്ലെങ്കിൽ ദീനിയായ വിഷയങ്ങളുമായി ബന്ധപ്പെടാ നമുക്ക് കഴിഞ്ഞ ആ പ്രതിഫലം അല്ലാഹു തരുന്നത് എന്താണ്? അഅദ്ദല്ലാഹു ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ദാലികൽ ഫൗസുൽ അലീം. അത് തന്നെയാണ് പടച്ചവനെ കിട്ടാനുള്ള പണിയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ 89-ാമത്തെ സൂക്തം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളെ കയ്യിൽ കോടികളൊന്നും വേണ്ട. ഞാനിവിടെ എണീറ്റ് നിൽക്കുമ്പോ ബക്കറ്റ് കൊണ്ടുവരുന്നു ഒരാൾ. ആ ബക്കറ്റിലേക്ക്, അല്ലെങ്കിൽ പോട്ടെ യാസർ മന്നാനിയോ അല്ലെങ്കിൽ നമ്മുടെ മഹല്ലത്തിന്റെ ഖതീബ് ഉസ്താദ്, അദ്ദേഹത്തിന് അബ്ദുൽ ഹക്കീം ഉസ്താദിന് ഒരു സംഭാവന കൊടുക്കണമെന്നൊരു ആഗ്രഹം. ഞാനൊരു ഉദാഹരണം പറയാൻ. അദ്ദേഹം ഒരു 100 രൂപ എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. 100 രൂപ എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അബ്ദുൽ ഹക്കീം ഉസ്താദ് 100 രൂപ വാങ്ങി. അൽഹംദുലില്ലാ, ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഞാനൊരു 50 രൂപ എടുത്തു കൊടുത്തു അദ്ദേഹത്തിന്, ഒരു സംഭാവന. സ്വാഭാവികമായിട്ട് സഹജമായിട്ട് അബ്ദുൽ ഹക്കീം ഉസ്താദിന് ആരോടായിരിക്കും സ്നേഹം കൂടുക? മാനുഷികമായി, മനുഷ്യ സഹജമായിട്ട് പറഞ്ഞാൽ മതി. ആരെടുത്തായിരിക്കും? ഇമാമിനോടാണ്. കാരണം 100 രൂപ കൊടുത്തില്ലേ? 100 രൂപയല്ലേ കൊടുത്തത്, ഞാൻ 50 കൊടുത്തോളൂ. ന്യായമായിട്ട് സഹജമായിട്ട് മൂപ്പരോടല്ലേ സ്നേഹം കൂടേണ്ടത്? ശരിയാണ്. പക്ഷേ അബ്ദുൽ ഹക്കീം ഉസ്താദ് അറിയാതെ പോയൊരു കാര്യമുണ്ട്. മൂപ്പര് താഴെ പാങ്ങോട് പള്ളിയിലൊക്കെ വന്ന് ജോലിയൊക്കെ നോക്കിയപ്പോ ശമ്പളവും കൈമടക്കൊക്കെ ആയിട്ട് ഇച്ചിരി പൈസയൊക്കെ ആയി. അപ്പൊ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ പല നോട്ടുകൾ ഉണ്ടായിരുന്നു. ആ നോട്ടിൽ നിന്ന് ഒരു നോട്ട് 100 രൂപ എടുത്ത് കൊടുത്തതാ. പക്ഷെ ഞാൻ അങ്ങനല്ല. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 50 രൂപയാണ്. ആ 50 രൂപ ഞാൻ എടുത്തങ്ങോട്ട് കൊടുക്കാൻ. അപ്പൊ യഥാർത്ഥത്തിൽ എന്നോടല്ലേ സ്നേഹം കൂടേണ്ടത്? എന്നോടല്ലേ സ്നേഹം കൂടേണ്ടത്? ഇതാണ് പടച്ചവന്റെ മുന്നിൽ നമ്മൾ കൊടുക്കുന്ന ധർമ്മത്തിന്റെ വില. ഒരാൾ ഇരുന്നിട്ട് പറയാൻ 1 ലക്ഷം, അദ്ദേഹത്തിന് 1 കോടി ഉണ്ട്. അക്കൂട്ടത്തിൽ ഇടയ്ക്ക് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു 1000 രൂപ. ഈ 1000 രൂപ ഉണ്ടാക്കാൻ അയാൾ ഇനി 2-3 ദിവസം പണിയെടുക്കണം. അള്ളാഹു ആർക്കാ പ്രതിഫലം കൊടുക്കുക? അഖ്ലിസു ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ചെറുത് അല്ലാഹു തആല വലിയ 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 സമ്പത്തായി, അത് സ്വതക്കയായി പരിഗണിക്കുമെന്നാണ്. അതുകൊണ്ട് അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം. അതാണ് അള്ളാനെ കിട്ടാനുള്ള ഫൗസുന അലീം എന്ന മഹാവിജയത്തിന് നമ്മൾ ചെയ്യേണ്ടത്.
സമയം അവസാനിച്ചിരിക്കുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഒരെണ്ണം കൂടെ ഇൻഷാ അല്ലാഹ് പറയും. ഒരെണ്ണം കൂടെ പറഞ്ഞാലേ അതൊരു നിറവാവുള്ളൂ. ഇനിയും 4 എണ്ണം പറയാൻ ബാക്കി നിൽക്കവേ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിട്ട് പോയാൽ അത് ശരിയാവൂല. തൽക്കാലം അമല് ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും ഒന്ന് നമ്മുടെ സമ്പത്ത് അനന്തര സ്വത്ത് വീതിച്ചു കൊടുക്കുന്നതിൽ ഒരു ജാഗ്രത നമുക്ക് ഉണ്ടാകണം. രണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യണം. സമ്പത്ത് ഒന്നും തോന്നരുത്, ഒന്നും വിചാരിക്കരുത്. ആരാ 30,000 രൂപ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോ ചാടി കഴിഞ്ഞേക്കണം, ഉണ്ടോ ഇല്ലയോ. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഇട്ടത്, എനിക്ക് ആഗ്രഹമുണ്ട്. നീ പറഞ്ഞില്ലേ 10 ഇരട്ടി തരുമെന്ന്. ഒരു നെൽമണി കൊണ്ടുവന്ന് പാടത്ത് കുഴിച്ചു വെച്ചാൽ 1 മണി കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചു. അത് കതിര് പൊട്ടുന്നത് എത്ര 7 കതിരുകൾ. 7 കതിരുകൾ. ഓരോ കതിരില് 10 മണി അല്ല 100 മണി അല്ലേ, 100 മണി, 100 മണി. അപ്പോ എത്ര എണ്ണമായി? 7 എത്രയായി? 700 മണികളായി. വെച്ചത് എത്ര? 1 മണി. കിട്ടിയത് എത്ര? 700 മണി നെൽമണി അല്ലേ? ഇതാണ് സദഖ. കൊടുത്തത് 30,000 രൂപ. അള്ള തരുന്ന എത്രയെന്നറിയോ? അള്ള തരുന്ന എത്രയാ? ഇരട്ടിയുടെ ഇരട്ടി. 70,000, 700, 7,000, 7 ലക്ഷം. ഇഖ്ലാസ് അനുസരിച്ച് ഒരൊറ്റ പോക്ക, കുതിച്ചു പോക്ക ശരവേഗത്തില്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പറയണം, പടച്ചോനെ എന്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാൻ എണീറ്റ് പറഞ്ഞു എന്റെ മോഹമാണ്, നീ എനിക്ക് തരണം, ഞാൻ അത് കൊടുക്കും. ഇൻഷാ അല്ലാഹ് അള്ള തരും. ആ ഒരു ഉറപ്പ്, യഖീൻ, ഈമാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞോട്ടെ. 6 എണ്ണത്തിലും 3 എണ്ണമെങ്കിലും പാതിയെങ്കിലും പറഞ്ഞിട്ട് പോണ്ടേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പറയുമ്പോ വിശാലമായി തന്നെ പറയണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ ഇവിടെയോ എവിടെയെങ്കിലും നമുക്കത് പറയാം, അല്ലെങ്കിൽ ഉസ്താദുമാരെ നിങ്ങൾക്ക് പറഞ്ഞു തരും. 3ാമത്തേത് സഹോദരങ്ങളെ, അള്ളാനെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ദീനി വിഷയങ്ങളിലും മുന്നേറ്റം നമുക്കുണ്ടാകണം. ദീനി വിഷയങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകണം. ദീനി വിഷയങ്ങളിൽ യാതൊരു പിന്നോക്കം നമ്മൾ നിൽക്കാൻ പാടില്ല. ഒന്നാമത് നമ്മളായിരിക്കണം, ഇടിച്ചിട്ട് നിൽക്കണം. ഞാൻ പലപ്പോഴും നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള പല തിരുവനന്തപുരത്തുള്ള പല ആളുകളുണ്ട്. അവര് സമ്പന്നന്മാരുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കിയേ എന്റെ സഹോദരങ്ങളെ, നമ്മൾ പലരും ചില ആളുകളെ പറ്റി പറയാറുണ്ട്. എന്താണെന്നറിയോ? കസേരയിലും അവർക്ക് കസേര വേണം, മുമ്പിലിരിക്കാൻ ഒരു കസേര വേണം അവർക്ക്. ചില ആളുകൾക്ക് മുന്നിലിരിക്കാൻ കസേര വേണം. സംഭാവന വല്ലതും തരുമെന്ന് ചോദിച്ചാൽ, എനിക്ക് മുന്നിൽ കസേര കിട്ടുമോ? ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു നമ്മുടെ പരിപാടി നടക്കുകയാണ് പള്ളിയിൽ. അപ്പോ എന്തെങ്കിലും ഒരു സഹായം തരണം, താഴെ പോ, അങ്ങോട്ട് സ്വലാത്ത് വാർഷികം നടക്കാൻ. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാകണം. ഒരു 50,000 രൂപ ഞാൻ ഇൻഷാ അല്ലാഹ് സംഭാവന തരാം, പക്ഷെ എനിക്കൊരു കസേര തരണം സ്റ്റേജിൽ. അങ്ങനെ ചോദിക്കുന്നവർക്ക് 2 കസേര ഇട്ട് കൊടുക്കണം, എന്നിട്ട് 1 ലക്ഷം രൂപ വാങ്ങണം. എന്റെ അഭിപ്രായം എന്താണെന്നറിയോ? അവര് സിനിമാ പറമ്പില്, സിനിമാ കോട്ടയിൽ പോയിട്ടല്ലല്ലോ ഫ്രണ്ടിലെ കസേര ചോദിച്ചത്. അവര് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് പോയിട്ടല്ലല്ലോ ഫ്രണ്ടിലെ കസേര ചോദിച്ചത്. അവര് കള്ള് ഷാപ്പിൽ ചെന്നിരുന്നിട്ട് ബിവറേജിന്റെ മുമ്പിലല്ലല്ലോ ഫ്രണ്ട് സഫ് ചോദിച്ചത്, ഫ്രണ്ടിലെ സീറ്റ് ചോദിച്ചത്. അവര് ബാറിൽ പോയിരുന്നിട്ട് ആ ബാറിലെ ഫ്രണ്ട് സീറ്റല്ലല്ലോ ചോദിച്ചത്. അവര് യാത്ര ചെയ്യാൻ ഒരു ബസ്സിൽ കയറിയിട്ട് ഫ്രണ്ട് സീറ്റല്ലല്ലോ ചോദിച്ചത്. അവര് ചോദിച്ചത് എന്താ? ദീനി വിഷയത്തിൽ അവർക്ക് മുമ്പിൽ ഒരു സീറ്റ് വേണം. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് പൊക്കി 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 ഉള്ള പൈസയൊക്കെ വാങ്ങിച്ചോളണം. അതാ ചെയ്യേണ്ടത്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്. അവര് ദീനി വിഷയത്തിലല്ലേ ആഗ്രഹിക്കുന്നത് മുന്നേറാൻ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏതെങ്കിലും ഒരു സിനിമ, ഒരു നാടകം അല്ലെങ്കിൽ ഒരു സിനിമ നടൻ വരുന്നു. ഇവിടെ അൽഹംദുലില്ലാഹ് ആളുകൾക്ക് ഒരു കുറവുമില്ല. കണ്ണെത്താ ദൂരത്തോളം ആളുകൾ വിശാലമാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെയൊക്കെ ജുമുഅ ദിവസങ്ങളിൽ ആളുകൾ കുറയുന്നത് എന്തിന്റെ പേരിലാണ്? രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി വരട്ടെ മുൻപന്തിയിലല്ലേ. വാഴ കേൾക്കാൻ വന്നാൽ നിങ്ങൾ നോക്ക്, 2.5 മണിക്കൂർ സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് ഉറങ്ങിപ്പോയ ഒരാളിനെ നിങ്ങൾ ഏതെങ്കിലും വാർത്തയിൽ വായിച്ചിട്ടുണ്ടോ? തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോകും, ഇഷ്ടപ്പെട്ട കണ്ടോണ്ടിരിക്കും. ഇതല്ല ചെയ്യുന്നത്. മമ്മൂട്ടി ഫാൻസ് ആണെങ്കിൽ കൈയടിക്കും, മമ്മൂട്ടി കടി കിട്ടിയ കരയും, മമ്മൂട്ടി അങ്ങോട്ട് കൊടുത്ത കൈ കൊട്ടിച്ചിരിക്കും. ഇതാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ട് സിനിമാ തിയേറ്ററിൽ നമ്മൾ ഉഷാറായിട്ടിരിക്കും. എന്നാ ഒരു മനുഷ്യന് ഏറ്റവും നല്ല ഉറക്കം കിട്ടുന്നത് എപ്പോഴെന്നറിയോ?
5000 രൂപ കൊടുത്ത് റൂം എടുത്താൽ കിട്ടാത്ത സുഖം, വീട്ടിൽ AC ഉള്ള റൂമിൽ കിടന്നാൽ കിട്ടാത്ത സുഖം, വെള്ളിയാഴ്ച ഒരു 25 മിനിറ്റ് കിട്ടും ഖത്തീബ് മിമ്പർ കയറുന്ന സമയം ഇറങ്ങുന്നത് വരെ നല്ല ഫാനിന്റെ കാറ്റ്, പിന്നെ AC ഉണ്ട്. നമ്മളോട് AC ഉണ്ടോ? ഇല്ല. AC ഒക്കെ ആക്കണം ഇൻഷാ അല്ലാഹ്. നിൽക്കാൻ പറ്റില്ല, ചൂടാ, ഭയങ്കര ചൂടാ. AC ഒക്കെ വെക്കുമ്പോ ആൾക്കാർ ചോദിക്കും, അബൂബക്കർ സിദ്ദീഖിന്റെ പള്ളിയിൽ AC ഉണ്ടായിരുന്നു, ഉമർ ഫാറൂഖ് തങ്ങളുടെ വീട്ടിൽ AC ഉണ്ടായിരുന്നു, അഷ്റഫുൽ ഖൽഖിന്റെ പള്ളിയിൽ അന്ന് AC ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നവരോട് പറയണം, ഇല്ല, അന്ന് പള്ളി ഈത്തപ്പന ഓല കൊണ്ടായിരുന്നു, ശരിയാൻ മണലായിരുന്നു അകത്ത്. നബി തങ്ങളുടെ പള്ളി അങ്ങനെ ആയിരുന്നു, പക്ഷെ അവരുടെ വീടും അങ്ങനെ ആയിരുന്നു. ഇത് നമ്മുടെയൊക്കെ വീടോ 36 AC ഉള്ള വീട്ടിലുള്ള ആള് വന്നിട്ട് പറയാണ് പള്ളി ഉമർ ഫാറൂഖിന്റെ പള്ളി മതിയെന്ന്. അതെങ്ങനെ ശരിയാവും? എന്നാ വീടും നിങ്ങൾ ഉമർ തങ്ങളെ വീട് പോലെ വെക്കി. അപ്പൊ പള്ളി മാത്രം അങ്ങനെ കിടക്കട്ടെ, നമ്മുടെ വീടൊക്കെ ഉയരട്ടെ. അതുപോരാ, പള്ളി കയറുമ്പോ നല്ല റാഹത്താവണം. ഞാൻ പലപ്പോഴും ചില പള്ളികളിൽ പോയ പടച്ചോനാണ് അള്ളാഹു സത്യം, ചില പള്ളികളിൽ നിസ്കരിക്കാൻ കയറിയാൽ സുജൂദിലേക്ക് പോകുമ്പോ നന്നായിട്ട് ഈ ശ്വാസം പിടിക്കാതെ ദിക്ർ എങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കി എണീക്കിട്ട് വരും. ആ കാർപ്പറ്റിന്റെ നാറ്റം എന്താണെന്നറിയോ തമ്പുരാനെ? ചില സ്ഥലങ്ങളിൽ ഒരു പള്ളിയിൽ കയറി സുജൂദ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് തല കൊണ്ട് ചെന്നപ്പോ ഉണ്ട് ഈ പല്ലിക്കാട്ടം കിടക്കുന്നു. എങ്ങനെ സുജൂദ് ചെയ്യും? ഇത് കമ്മിറ്റിക്കാർ ആരാ? ഇവരെന്തിനാ വലിഞ്ഞു കയറി കസേരയ്ക്ക് വേണ്ടി വരുന്നത്? ഇതൊക്കെ നോക്കാനല്ലേ? ഇതൊക്കെ നോക്കണ്ടേ? ഖത്തീബ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പോയോ നോക്കിയാൽ മാത്രം മതിയോ? അതൊക്കെ നോക്കണ്ടേ പള്ളിയില്? നമ്മുടെ പള്ളികളൊക്കെ വൃത്തിയാവണം, ഒളുവെടുക്കുന്ന സ്ഥലങ്ങൾ ക്ലീൻ ആകണം, നല്ല മണമുള്ള ലോഷൻ വാങ്ങിക്കിട്ടുകൊണ്ട് തളിക്കണം, ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരരുത്. എന്നിട്ട് എന്താ വേണ്ടത്? പള്ളിക്കകത്ത് ബഹൂർ പുകയ്ക്കണം, നന്നായിട്ട് ഊതൊക്കെ പുകയ്ക്കണം. പള്ളിയുടെ പരിസരത്ത് പള്ളിക്കകത്ത് കയറിയ ഇറങ്ങാൻ തോന്നരുത്. ആ നിലയിൽ പള്ളി കയറിയ നല്ല പരിശുദ്ധമാകണം പള്ളി. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. പള്ളി പോകുമ്പോഴാണ് നല്ല തുണി ഉടുക്കേണ്ടത്, നല്ല തുണി. നിയമസഭയിൽ വരുമ്പോൾ, മന്ത്രിയെ കാണാൻ വരുമ്പോൾ, MLA കാണാൻ വരുമ്പോൾ ടിപ് ടോപ്പ് സ്റ്റിഫ് ആൻഡ് ഷൈൻ കൊള്ളിയാക്കി കഞ്ഞി മുക്കിയിട്ടുണ്ട് വരും. പള്ളിയിൽ വരുമ്പോഴോ പാണ്ടി ഉടുക്കണമുണ്ട്. അത് ശരിയാവോ? അതെന്തിനാ പള്ളിയിൽ വരുമ്പോ അള്ളാന്റെ മുമ്പിലല്ല നീ വരുന്നത്? ഏറ്റവും നല്ല അലമാരയിട്ടിരിക്കുന്ന ഏറ്റവും നല്ല ഡ്രസ് എടുത്തുടുക്ക്, എന്നിട്ട് നീ പള്ളിയിൽ വായോ. അതല്ലേ ചെയ്യേണ്ടത്? സർവശക്തനായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് അവൻ തന്ന നിഅമത്തുകളെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് പള്ളിയൊക്കെ നല്ല റാഹത്താകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്റെ വിഷയം അതല്ല സഹോദരങ്ങളെ. മൂന്നാമത്തെ വിഭാഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന ചുരുങ്ങിയ വാക്കിൽ ഞാൻ പറയുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് തൗബ തന്നെ 100ാമത്തെ സൂക്തത്തിലൂടെ പരിചയപ്പെടുത്തുകയാ. അള്ളാനെ കിട്ടുന്ന മഹാവിജയം നിങ്ങൾക്ക് വേണോ? ഫൗസുൻ അലീം വേണോ? അതിന് ചെയ്യേണ്ടത് എന്തെന്നറിയോ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സഹോദരങ്ങളെ, അല്ലാഹു പരിചയപ്പെടുത്തുകയാ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിരീങ്ങളിലും അൻസാറുകളിൽ നിന്നും മുൻകടന്ന ആളുകൾ, ധീരമായി മുന്നേറിയ ആളുകൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുഹാജിരീങ്ങൾ മക്കക്കാരാ, അൻസാറുകൾ മദീനക്കാരാ. അവരെ പിൻപറ്റുന്നവർ ആരാണ്? നമ്മൾ. അല്ലാഹു പറയുന്നു റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുകയാ. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. ആരാമങ്ങൾ അല്ലാഹു കൊടുക്കുകയാ, അതിൽ അവർ ശാശ്വതരാണ്. ദാലികൽ ഫൗസുൽ അലീം. അത് തന്നെയാണ് പടച്ചോനെ കിട്ടാനുള്ള മാർഗം. അല്ലാഹയെ കിട്ടണമെങ്കിൽ മുഹാജിരീങ്ങൾ, അൻസാരികൾ, അവരെ പിൻപറ്റുന്നവര്. ഒരു നിമിഷം ശ്രദ്ധിച്ചോ, ഒറ്റ നിമിഷം. മുഹാജിരീങ്ങളെ പിൻപറ്റുന്നത് എങ്ങനെ, അൻസാരികളെ പിൻപറ്റുന്നത് എങ്ങനെ? ചുരുക്കി ഞാൻ പറഞ്ഞുതരാം.
ഖുർആൻ പഠിക്കാൻ, അള്ളാഹുവിന്റെ ദീനു പഠിക്കാൻ, ദീനി മസ്അലകൾ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ ആ രീതിയിൽ പഠിപ്പിച്ചെടുക്കണം. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാക്കി തരട്ടെ. സ്ഥാപനങ്ങളിൽ വിട്. അൽഹംദുലില്ലാ, ഇവിടെ ഇനി കുട്ടികൾ എടുക്കൂലല്ലോ. നീ എടുക്കും. എത്ര കുട്ടികളാ? 5 കുട്ടികൾ നീ എടുക്കും. എല്ലാ മക്കളെ പഠിപ്പിക്കാൻ വിടുക. 5 കുട്ടികൾ ഇവിടെ എടുക്കും. അപ്പൊ 30 ആവും അല്ലേ? ബാക്കി വരുന്നതിനൊക്കെ ഉസ്താദിനെ ഏൽപ്പിക്കും. മന്നാനിയിൽ പാങ്ങോട് ഏൽപ്പിച്ചാൽ മാത്രം പോരാ, ഇടയ്ക്ക് വല്ല പൈസ കൂടെ കൊടുക്കണം. എല്ലാ സ്ഥാപനങ്ങളും വരട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇവിടെ ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്കൊരു ഓഡിറ്റോറിയം അല്ലേ, ഓഡിറ്റോറിയത്തിന്റെ പണി നടക്കുന്നുണ്ട്. അതേപോലെ 25 കുട്ടികളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ വീടുകളൊക്കെ ആ ദീനി ചിട്ടയിലൊക്കെ വരണം. നല്ല വീട്, നമ്മുടെ ദീനിയായ ഒരു ഖുർആൻ, നമുക്കവിടെ ഒരു തസ്ബീഹ്, അങ്ങനെയൊക്കെയുള്ള നല്ല വീടുകൾ. ഒരു വീട്ടിൽ ചെന്നിട്ട് ഞാൻ നിസ്കരിക്കാൻ ഒരു മുസല്ലാരോ എന്ന് ചോദിച്ചു. എലി കറണ്ടി 4 സൈഡും ഇല്ലാത്തൊരു മധ്യഭാഗം മാത്രമുള്ള ഒരു മുസല്ല കൊണ്ട് തന്നു. കഅബയുടെ ആ മുനാറൊന്നും ഇല്ല, കഅബയുടെ ആ ഭാഗം കില്ല മാത്രമുള്ള ഒരു മുസല്ല. 4 സൈഡും പോയി. ഒരു മുസല്ല വാങ്ങി വെച്ചുകൂടെ? ഇവിടത്തെ വീടിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പോയൊരു സ്ഥലമൊന്നും പറയുന്നില്ല, എങ്കിലല്ലേ ഗീബത്താവുള്ളൂ. അതല്ല രസം. ഞാൻ ഈ മുസല്ല എങ്ങോട്ടിട്ട് നിസ്കരിക്കും? ഞാൻ ചോദിച്ചു കിബില എവിടെയാണ്? അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, ചിലപ്പോ ഇങ്ങനെ നിൽക്കും, ചിലപ്പോ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു നിശ്ചയമൊന്നുമില്ല, ദിവസം മാറി മാറിയൊക്കെ വരുമെന്നാ പറയുന്നത്. ആ നിലയിൽ മതബോധം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹാജിറുകളും അൻസാരികളുമായി മാറി. മുഹാജിരിങ്ങൾ മിക്കവാറും കണ്ടുകൊള്ളേണ്ടാത്ത 24 കോടി മുഹാജിരികളാവും നമ്മൾ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു മുഹാജിറും ആവൂല. നമ്മൾ ധൈര്യമായിട്ട് നിൽക്കുക. നമ്മുടെ മുകളിൽ അല്ലാഹ് ഉണ്ട്, ആകാശം മുകളിൽ താഴെ ഭൂമി. ഇൻഷാ അല്ലാഹ്. കാഫ് ഹാ യാ ഐൻ സ്വാദ് കിഫായത്തുന ഹാ മീം ഐൻ സീൻ ഖാഫ് ഹിമായത്തുന യാസീൻ സഖഫുന ബിസ്മില്ലാഹി ബാബുന തബാറക ഹൈതാനുന. ഇൻഷാ അല്ലാഹ് അത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. നമുക്ക് അല്ലാഹ് മതി, നമുക്ക് അല്ലാഹ് മതി. വേറെ ഒരുത്തനും നമുക്ക് വേണ്ട. ഒരുത്തനെയും വിശ്വസിക്കരുത്. നമുക്കൊരുത്തനും ഉണ്ടാവൂല. നമുക്കുള്ളത് ഒരിക്കലും കാലുമാറാത്ത അല്ലാഹ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അത് അല്ലാഹു നമുക്ക് എക്കാലവും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. അതിന് അമലുകൾ അല്ലാഹു ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസാബിഖീങ്ങളായ മുഹാജിരീങ്ങളിൽ, സാബിഖീങ്ങളായ അൻസാരികളിൽ നമ്മൾ പെടണമെന്നാണ്. അവരെ പിൻപറ്റുന്നവരാണ് അല്ലാഹു അവനെ കൊടുക്കുന്നത്. ഈ മുഹാജിരീങ്ങളെ പിൻപറ്റുന്നത് എങ്ങനെയെന്നറിയോ? ഈ മുഹാജിർ എന്ന് പറഞ്ഞ സഹോദരങ്ങളെ ത്യാഗം ചെയ്തവരാണ്, എല്ലാം ത്യജിച്ചവരാണ്. ഒരു ദിവസം റസൂലുള്ളാഹി പറയുന്നു, അബൂബക്കറേ ഹിജ്റ പോകാം, അബൂബക്കറേ ഹിജ്റ പോകാം. നബിയെ വീട്ടിലൊന്നുമില്ലല്ലോ, അതൊരു പ്രശ്നമേ അല്ല. അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ പറയൂല. സന്ദർഭം നോക്കിയിട്ട് അബൂബക്കർ തങ്ങളുടെ വാപ്പ അവിടെ വന്നു. അബൂബക്കർ തങ്ങളെ വിളിച്ചു, അബൂബക്കറെ പോകാം ഹിജ്റ. എല്ലാം കളഞ്ഞിട്ട് പോവാണ്. കട തുറക്കാൻ പറ്റൂല, വീട് തുറക്കാൻ പറ്റൂല, തോട്ടം നോക്കാൻ പറ്റൂല, ഒന്നും നമുക്ക് ചിന്തയില്ല. വരിക, ആ സെക്കൻഡിൽ അവിടത്തെ ബന്ധം മുറിച്ചിട്ട് പലായനം ചെയ്യുന്നു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കൂടെ ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചപ്പോ കൂടെ ചാടി ഇറങ്ങി. പ്രിയപ്പെട്ട പെങ്ങളെ കിട്ടിയ അവസരം മുതലാക്കിയിട്ട് അബൂ ഖുഹാഫ വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വാപ്പ അബൂ ഖുഹാഫ വീട്ടിലേക്ക് വന്നിട്ട് അബൂബക്കർ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് അസ്മാ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വന്നു. അസ്മാക്കെന്ന സ്വർണമാലയുണ്ട്, ആയിഷ ബീവിക്ക് അതില്ല. അബൂബക്കർ തങ്ങളുടെ 2 മക്കളാണെന്ന് അസ്മാ, മറ്റൊന്ന് ആയിഷ. ആയിഷയ്ക്ക് സ്വർണമില്ല, അസ്മാഇന് സ്വർണമുണ്ട്. ഈ അസ്മാഇന്റെ സ്വർണമാണ് യാത്രയിൽ ആയിഷ ബീവി കടം വാങ്ങിക്കൊണ്ടുപോയത്. ആ മാലയാണ്. പ്രത്യേക അവസരത്തില് ഫ്രണ്ടിലും മാലയുണ്ട്, പുറകിലും നൂലാണ്. ആ നൂല് പൊട്ടിയിട്ട് മാല നിലത്ത് വീണതറിഞ്ഞില്ല. ആ മാല നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ പോയപ്പോഴാണ് യാത്രാസംഘം ആയിഷ ബീവിയെ കിട്ടാതെ പോയത്. അങ്ങനെയാണ് വ്യഭിചാര ആരോപണം നടക്കുന്നത്. അവിടെയാണ് സൂറത്തുൻ നൂർ ഇറങ്ങുന്നത്. ആ അസ്മാഇന്റെ മാല ആയിഷ ബീവി കടം വാങ്ങിയിട്ട് കൊണ്ടുപോയതാണ്. അസ്മാഇന്റെ അടുക്കൽ വന്നു അബൂ ഖുഹാഫ. എന്നിട്ട് അസ്മാഇനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കർ എവിടെ? എന്റെ മോൻ എവിടെ പോയി? എന്നാലും
ചിലർ അങ്ങനെയാണല്ലോ. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോകാറുന്നല്ല അവന്. എന്റെ മോനൊക്കെ തന്നെ അവൻ എന്തിനായി, അവന്റെ പുറപ്പാട് എങ്ങോട്ടാ, നിങ്ങൾ അവൻ നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ അവസരം മുതലാക്കിയിട്ട് മൂപ്പരങ്ങ് തട്ടാൻ തുടങ്ങി. അസ്മാ അല്ലേ ആള്, അസ്മാ റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ട് രണ്ട് ഇരട്ടപ്പട്ടക്കാരിയ, അങ്ങനെ ഒരു പേരുണ്ട് അവർക്ക്. അതൊക്കെ പോട്ടെ, ഭക്ഷണം കെട്ടിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി മുണ്ട് കീറിയിട്ട് രണ്ട് കെട്ടുകെട്ടി എന്നൊക്കെ പറഞ്ഞ ചരിത്രങ്ങളുണ്ട്. നമ്മുടെ ആവശ്യത്തിലോട്ട് പോണ്ട. അസ്മാ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു, ഈ പണം സൂക്ഷിച്ചു വെക്കുന്ന പണ്ടൊക്കെ ഉണ്ട്, അന്നത്തെ പോലെ അലമാരയൊന്നും ഇല്ലല്ലോ. പണ്ട് ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ ഇതുണ്ടല്ലോ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന അലമാര ഉണ്ടല്ലോ പഴയ വീടുകളില്, അതുപോലത്തെ ഒരു അലമാര ഉണ്ടായിരുന്നു. അതിനകത്ത് കുറെ ചരൽക്കല്ല് വാരി വെച്ചിട്ട് അതിന്റെ പുറത്തൊരു തുണി ഇട്ടിട്ട് അബൂ ഖുഹാഫയ്ക്ക് കണ്ണ് കണ്ടുകൂടാ. അബൂ ഖുഹാഫ എന്ന ഉപ്പാപ്പാടെ കൈപിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ നിങ്ങളെ മോനെ കുറ്റം പറയുന്നത്, എന്റെ വാപ്പായെ? ആരാ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ബാക്കി വെക്കാതെ പോയി എന്ന്? നിങ്ങൾക്ക് എന്താ കണ്ണിന്റെ ഉടങ്ങി ചുമ്മാ ഇരുന്നൂടെ മനുഷ്യ എന്ന് ചോദിച്ചിട്ട് അബൂ ഖുഹാഫയുടെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ആ തുണിയുടെ അടിഭാഗത്തിരിക്കുന്ന ചരൽക്കല്ലിൽ ഇങ്ങനെ തടകി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടോ ഇത്രയും പൊന്ന് ഇവിടെ ബാക്കിയാക്കിയിട്ടാ പോയത്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ക്രിയാത്മകമായ ഇടപെടൽ കണ്ടിട്ട് അബൂ ഖുഹാഫ ചൂളിപ്പോയി, നമ്മൾ കൊണേ തേഞ്ഞുപോയി എന്ന് പറയാം. നിങ്ങൾ നോക്കിയേ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് ത്യജിക്കാൻ തയ്യാറുള്ളവരാണ് മുഹാജിരീങ്ങൾ. സർവ്വതും കളഞ്ഞു. ഭാര്യ അവിടെ നിൽക്കി, മക്കള് അവിടെ കിടക്ക്, സ്വത്ത് പോട്ടെ, വീട് അവിടെ എന്തോ ആയിക്കോട്ടെ, എനിക്ക് എന്റെ റസൂല് പറഞ്ഞ പലായനം പോകണം മദീനയിലെ. ആ മുഹാജിരീങ്ങളായി നമ്മൾ മാറണം എന്ന് പറഞ്ഞാൽ ത്യജിക്കേണ്ടി വന്നാ ത്യജിക്കണം. അത് സമ്പത്താണെങ്കിലും സന്താനങ്ങളാണെങ്കിലും പദവിയാണെങ്കിലും പണമാണെങ്കിലും എന്താണെങ്കിലും ത്യജിക്കേണ്ടി വന്നാൽ, ഏതെല്ലാം നിലയിൽ നമുക്ക് എന്തൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നാലും വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടും വിശ്വാസവും പ്രവാചകൻ ഹബീബിനോടുള്ള പ്രണയമല്ലാതെ സർവ്വതും ത്യജിക്കേണ്ടി വന്നാൽ ത്യജിക്കാനുള്ള മനസ്സ് ഒരു മുഹാജിറിനുണ്ടെങ്കിൽ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ മുഹാജിറായി നമുക്ക് മാറാൻ കഴിയും. പോട്ടടോ, എന്താ നമുക്ക്, നമ്മൾ എന്താ കൊണ്ടുവന്നത്? ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്നു. ഇടയ്ക്ക് ആരൊക്കെയോ കൂടി, എല്ലാം പോവും. ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല, ഇടയ്ക്ക് കയ്യിൽ എന്തൊക്കെയോ വന്നു ചേർന്നു. ഇതാണൊരു മുഹാജിറിന്റെ മനസ്സ്. ആ മനസ്സ് മുഹാജിറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. ഇനിയോ അൻസാരികളാകണം നമ്മൾ. എങ്ങനെയാണ് അൻസാരികളാകേണ്ടത്? ആളുകളെ സഹായിക്കാനുള്ള മനസ്സാ. 485 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ബക്കയെന്ന മക്കയിൽ നിന്ന് വന്ന ആ ജനങ്ങളെ സ്വന്തം കൂടപ്പറപ്പുകൾ പോലെ സ്വീകരിക്കാൻ യസ്രിബുകാരായ മദീനക്കാര് അവര് തീരുമാനിച്ചല്ലോ. വിധങ്ങൾ ഒരു മദീനക്കാരനായ അൻസാരിയുടെ കൈ പിടിച്ചിട്ട് ഒരു മക്കക്കാരനായ മുഹാജിറിന്റെ കൈയും പിടിച്ച് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, യവൻ നിന്റെ സഹോദരനാണ്. മക്കക്കാരനായ മുഹാജിർ, മദീനക്കാരനായ അൻസാരി നിന്റെ സഹോദരനാണ്. നേരെ ആ മനുഷ്യന്റെ കൈ പിടിച്ചു, കൈ പിടിവിട്ടില്ല. ആ പിടിവിടാതെ നേരെ കൊണ്ടുപോയി 2 തോട്ടം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹോദരാ, ഇത് രണ്ടും എന്റെ തോട്ടമാണ്, നിനക്ക് ഇഷ്ടപ്പെട്ടതേതെന്ന് ഞാൻ തരാം നിനക്കൊരെണ്ണം. ആ സമയത്ത് അദ്ദേഹം മിണ്ടിയില്ല. നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 2 ഭാര്യ ഉണ്ടായിരുന്നു. ആ 2 ഭാര്യയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതില് നീ പറയുന്ന പെണ്ണിനെ ഞാൻ മൊഴി ചൊല്ലി നിനക്ക് തന്നേക്കാം. ആ സമയത്ത് നമ്മളാണെങ്കിൽ എന്ത് പറയും? ആ തോട്ടം എങ്ങനെയുണ്ട്, അല്ല ഫലമുണ്ടോ? ആ ഉണ്ട്, എന്നാ പിന്നെ അത് തന്നെ ഇരിക്കട്ടെ. ആ തോട്ടയുടെ പരിപാടി എങ്ങോട്ട് വലിപ്പം അങ്ങോട്ട് കൊടുക്കലൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ അങ്ങനെയാ പറയാ, 2 ഭാര്യയുണ്ട്, ഇതിൽ ഏതാണ് നിനക്ക് വേണ്ടത്? തരക്കേടില്ലെങ്കിൽ 2 ഞാൻ നോക്കിക്കോളാന്നല്ലേ പറയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻസാരിയായ സഹോദരന്റെ ആ ചോദ്യത്തിന് മറുപടി മുഹാജിറായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞെന്തെന്നറിയോ? ബാറക്കല്ലാഹു ഫീ മാലിക വഅഹ്ലിക, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സ്വത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇവിടത്തെ ചന്തയെ എനിക്ക് കാണിച്ചു തന്നാൽ മതി, ഇവിടുത്തെ മാർക്കറ്റ് ഒന്ന് കാണിച്ചതാ അത് മതി. അതുതല്ല അവിടെയാണ് മാർക്കറ്റ്. നേരെ അങ്ങോട്ട് പോയി, അങ്ങോട്ട് കച്ചവടം തുടങ്ങി. മദീനയിലെ നമ്പർ 1 പണക്കാരനായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മാറുന്നു. നമ്മൾ മുഹാജിറാകേണ്ടി വന്ന മുഹാജിറാകണം.
അൻസാരിയാകേണ്ടി വന്നാൽ അൻസാരിയാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അൻസാരിമാരായി നമ്മൾ മാറണം. മുഹാജിരീങ്ങളായി ഹിജ്റ ത്യാഗം ചെയ്യേണ്ടി വന്നാൽ ത്യാഗം ചെയ്യണം. ആ ത്യാഗം ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്കറിയോ, മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു? ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷണമായ ബീവി ഫാത്തിമത്ത് സഹ്റ, അവരുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹുസൈൻ, അവരുടെ പ്രിയപ്പെട്ട ആ ഹുസൈൻ എന്ന് പറയുന്ന ഫാത്തിമ ബീവിയുടെ പൊന്നുമോൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ച്, കർബല എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ, റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ആന കളിച്ച ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതിനിഷ്ഠൂരമായിട്ട് കൊന്നുകളഞ്ഞല്ലോ. ദുനിയാമോഹികൾ, സമ്പത്ത് മോഹികൾ, ദുനിയാ പൂജകരായ കിരാതന്മാര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് കൊന്നു. കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഇത് കർബലയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇത് കർബും ബലായുമാണ് എന്ന്. കർബ് എന്ന് പറഞ്ഞാൽ പ്രയാസം, ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണം. ഇത് കർബും ബലായുമാണ്. അതാണ് കർബല, അതാണ് കർബല. പ്രിയപ്പെട്ടവരെ, ആ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ നിഷ്ഠൂരമായി കൊന്നിട്ട് യൂഫ്രട്ടീസിന്റെ നദിയുടെ തീരത്ത് ചോര തളം കെട്ടി കിടക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ല, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചത് എന്തെന്നറിയോ? ഇന്ന് നമ്മുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, കൈ ഇവിടെ കെട്ടണോ, കൈ ഇവിടെ കെട്ടണോ, വിരൽ ഇങ്ങനെ അനക്കണോ, വിരൽ ഇങ്ങനെ അനക്കണോ? എപ്പോഴാ ചർച്ച ചെയ്യേണ്ടത്? റജബ് 27 രാത്രി കഴിഞ്ഞിട്ട് പകലും മുഴുവനും സോഷ്യൽ മീഡിയ സജീവമായി. റജബ് 27 നോമ്പ് പിടിക്കുന്നവര് പ്രാന്തന്മാരാണെന്ന് പറഞ്ഞിട്ടൊരു കൂട്ടര്. എന്തിനായിരുന്നു ഇത്? ഇതൊക്കെ 4 മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിക്കാനുള്ളതല്ലേ? ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളമ്പിക്കൊടുക്കാനുള്ളതാണോ? ഇനി വരാനിരിക്കുന്നു പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പകുതി 15-ന് ബറാഅത്ത് നോമ്പ് പിടിക്കുന്നവരൊക്കെ പ്രാന്തന്മാരാണെന്ന് പറയാൻ ചില ആളുകൾ അല്ലേ? ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ, ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു കൂവണോ ഇതൊക്കെ? അത് കഴിഞ്ഞിട്ട് റമളാൻ മാസം എത്തുമ്പോ വീണ്ടും വരും കുറെ ആളുകള്, തറാവീഹ് 20 ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. എടോ, ഇതൊക്കെ 4 മതിൽക്കെട്ടിന്റെ ഉള്ളിൽ പള്ളിയിലും പള്ളിക്കൂടത്തിലും മദ്രസയിലും ഓഡിറ്റോറിയത്തിനകത്തും പറയേണ്ട കാര്യങ്ങള് പേജിലും സ്റ്റേജിലുമായിട്ട് ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ വിളമ്പിക്കൊടുക്കണോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, കൊതുകിന്റെ ശരീരത്തിൽ കൊതുകിന്റെ രക്തം താഹിറാണോ നജസാണോ എന്ന്. ആ സമയത്ത് എന്താ കൊടുത്ത മറുപടി എന്നറിയോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കൊടുത്ത മറുപടി, കൊതുകിന്റെ ശരീരത്തിലെ കൊതുകിന്റെ രക്തം താഹിറാണോ നജസാണോ എന്ന് ചോദിച്ചു വന്ന ഒരു അനുയായിയോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ധീരമായിട്ട് കൊടുത്ത മറുപടി, ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൗപ്പറായ ഹുസൈൻ തങ്ങളുടെ ചോര യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഉണങ്ങുന്നതിന് മുമ്പ്, തളം കെട്ടിക്കിടക്കുന്ന ചോര അതിന്റെ നിറം വിട്ട് മാറുന്നതിന് മുമ്പ് നിനക്ക് കൊതുകിന്റെ രക്തത്തിന്റെ നജസ് അറിയണോ? നിനക്ക് അതിന്റെ ശുദ്ധി അറിയണോ? നിനക്ക് എന്താ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യനോട് ചൂടായി എന്ന് ചരിത്രത്തിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ത്യാഗം വരിക്കേണ്ടി വന്നാൽ ഹുസൈൻ തങ്ങളെ പോലെ ത്യാഗം വരിക്കാൻ, സഹായിക്കേണ്ടി വന്നാൽ അൻസ്വാരികളെ പോലെ സർവ്വതും മറന്നിട്ട് സഹായിക്കാൻ, സമ്പത്ത് കൊടുക്കേണ്ടി വന്നാൽ ദീനിന് കൊടുക്കാൻ നമുക്ക് കഴിയുന്ന ആ ഒരു മുന്നേറ്റമാണ് മുഹാജിറുകൾ, അൻസാറുകൾ നമുക്ക് പഠിപ്പിച്ചത്. ആ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരുടെ ആ ത്യാഗവും അവരുടെ ആ നുസ്റും അവരുടെ ഹിജ്റയും അവരുടെ നുസ്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹുവിനെ കിട്ടും. അതാണ് മഹാവിജയത്തിന്റെ 3ാമത്തെ കാര്യം.